ഹായ് ഫ്രണ്ട്സ്, നാടൻ അടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത്, ഇപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്, കറിവേപ്പില, ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി, അതേപോലെ തന്നെ വാളൻപുളി, ഉഴുന്ന്, ഉഴുന്നൊക്കെ കഴുകിയെടുക്കണേ, പിന്നെ വറ്റൽമുളക്, പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ്, പിന്നെ കായം ചേർക്കുന്നവർക്ക് ചേർക്കാം. ഇത് നമ്മൾ ചമ്മന്തി പൊടിയായിട്ടല്ല, ഒരുപാട് നമ്മൾ വറുത്തെടുക്കത്തുമില്ല, ആ തേങ്ങയുടെ ആ ഒരു ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കായം ഞാൻ ചേർക്കാത്തത്. ഇനി മുരിങ്ങയില ഞാനിവിടെ എല്ലാം നോക്കി വൃത്തിയാക്കി വെച്ചിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഉഴുന്നിട്ട് കൊടുക്കാം. ആദ്യം ഉഴുന്നിട്ട് കൊടുക്കുന്നത് അതിൻ്റെ പച്ച ചുവ ഒരുപാട് വരത്തില്ല, അതിന് വേണ്ടിയിട്ടാണ്. ഉഴുന്നൊന്ന് ഇച്ചിരി റോസ്റ്റായിട്ട് വരണം. ഇനി നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ കറിവേപ്പില, ഇഞ്ചി, പുളി, വെളുത്തുള്ളി, ചുവന്നുള്ളി ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് തേങ്ങയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ തേങ്ങ ഒരുപാടങ്ങ് റോസ്റ്റായൊന്നും വരണ്ട. ഇച്ചിരി ഒന്ന് വെള്ളമൊക്കെ തോർന്ന് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. മുളകൊക്കെ എല്ലാവരുടെയും എരിവ് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക. ഞാനെടുത്തേക്കുന്നത് കരടമുളകാണ്. കരടമുളകെന്ന് ഞങ്ങളുടെ ഇവിടെ പറയും. പിന്നെ പിരിയമുളക്. അപ്പം ഇതുവരെ ഇതൊന്നും ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കണം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഈ മുരിങ്ങയിലയുടെ തന്നെ നമ്മളൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും. അത് ഞാൻ അടുത്ത ദിവസം ഇട്ടാണ്. ആ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് തേങ്ങയൊന്നും ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ അടുത്ത ദിവസത്തെ ഒരു വീഡിയോയിൽ ചെയ്യാം. മുരിങ്ങയിലേക്ക് നന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയും മുളകും ഒക്കെ അതിൻ്റെ പരുവത്തിനായി വന്നിട്ടുണ്ട്. ഈ പരുവത്തിന് നമുക്ക് മതി. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് അരച്ചെടുക്കാം. ഇതൊക്കെ ഓഫ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചമ്മന്തിപ്പൊടിയുടെ പരുവത്തിനല്ല ഇതെടുക്കുന്നത്. ഞാനിതെല്ലാം പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കല്ലിൽ അരയ്ക്കുന്നതാണ് ടേസ്റ്റ്.
പക്ഷേങ്കിൽ ഞാൻ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ജാറൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. പുളിയും കൂടി ഇട്ടേക്കാം. ആദ്യം അതൊന്ന് അരച്ചെടുക്കാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചമ്മന്തിക്ക് നിങ്ങൾക്ക് ഒരുപാട് പച്ച കളറിൽ തന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മുരിങ്ങയില കുറച്ച് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ ഞാൻ കളർ കുറച്ചാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങ കൂട്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ പച്ച കളറായിട്ട് തന്നെ ചമ്മന്തി ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇല കൂട്ടിയെടുത്തിട്ട് തേങ്ങ കുറച്ചെടുത്താൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള മുരിങ്ങയില ചമ്മന്തി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.